കൊച്ചി തേവര അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൽ ടിപ്പർ തെന്നിമാറി പാലത്തിന്റെ കൈവരിയിലിടിച്ച അപകടം. ടിപ്പർ ലോറി ഡ്രൈവർ സുനിലിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അമിത വേഗത്തിൽ വന്ന് ടാങ്കർ ലോറി ടിപ്പറിലിടിച്ചെന്നും ഇതേ തുടർന്ന് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നുവെന്നും സുനിൽ പറഞ്ഞു. ഒരു ടാങ്കർ ലോറിക്കാരെ ഓവർടേക്ക് ചെയ്ത് കയറി പോയതാണ്. അവന്റെ ബാക്ക് വന്ന് തന്നെ അടിച്ചെടുത്ത് ഫ്രണ്ടിൽ അടിക്കുകയാണ് ചെയ്തത്. അവൻ നിർത്തിയായിരുന്നു, അവിടെ ബാക്കിൽ അവിടെ ആൾക്കാർ പിടിച്ച് നിർത്തിയായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, എന്നെ ആൾക്കാർ പിടിച്ചിറക്കുകയാണ് ചെയ്തത് അവിടെ നിന്നിട്ട്. ടാങ്കർ ലോറി നല്ല സ്പീഡിലായിരുന്നു വന്നത്. ഞാൻ ബ്രഹ്മപുരം പ്ലാന്റിലോട്ട് പോയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. വിഷ്ണു സുരേഷ്, ഒപ്പം തന്നെ ലിഡിയ ജേക്കബ് എന്നിവരുണ്ട്. വിഷ്ണു സുരേഷിലേക്കാണ് ആദ്യം. വിഷ്ണു, ഈ ടിപ്പർ ലോറി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയമാകുന്നു. അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സുനിലിനെ സംബന്ധിച്ചുണ്ടായത്. അനുജ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ടിപ്പർ ലോറി ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരുന്നു. ആ ടിപ്പർ ലോറിയുടെ ഒരു ഭാഗം ഈ വാഹനത്തിൽ ഇടിക്കുന്നു. അങ്ങനെ സുനിലിന്റെ നിയന്ത്രണം നഷ്ടമായി. സുനിൽ ഈ കൈവരിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സുനിലിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ചേർത്താണ് ഇതിന്ന് പുറത്തേക്ക് ഇറക്കിയത്. ഈ വാഹനത്തിന്റെ കിടപ്പ് കണ്ടാൽ അതങ്ങേറ്റം ഭയാനകമാണ്. ഏത് നിമിഷവും വെള്ളത്തിലേക്ക് വീഴുമോ എന്ന് തോന്നിപ്പിക്കുന്നതാണ്. പക്ഷെ അതവിടെ സ്റ്റക്കായിരിക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് വീഴാൻ സാധ്യതയുള്ളത്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്, ഈ അപകടം നടന്ന് 3 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല. അതായത് ഈ വാഹനം ഉയർത്തുന്ന നടപടിയിലേക്ക് പോലീസിനോ ഫയർഫോഴ്സിനോ കടക്കാനായിട്ടില്ല എന്നുള്ളതാണ് പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത്. അവർക്ക് ക്രെയിൻ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ്. ക്രെയിൻ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം പിന്നിടുന്നു. ആ 2 മണിക്കൂറായിട്ടും ക്രെയിൻ ഇങ്ങോട്ടേക്ക്, ഒരു ക്രെയിൻ ആദ്യം എത്തിച്ചു, ആ ക്രെയിൻ സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി. അതിനുശേഷം വീണ്ടും ഒരു ക്രെയിൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1-2 മണിക്കൂറിലേക്ക് അടുക്കുന്നു. എന്നാലും ആ ക്രെയിൻ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. ക്രെയിൻ എത്തിയാൽ മാത്രമേ ഈ ഇതെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. വൈകിട്ട് സമയം 4 മണി സമയമൊക്കെ ആകുന്നു, സ്കൂൾ വിടാൻ സമയമാകുന്നു. അങ്ങനെ ഗതാഗത പ്രശ്നങ്ങൾക്കുള്ള വഴി, അല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ വലിയ പ്രശ്നമില്ല. ഇത് വലിയ വാഹനങ്ങൾ, അതായത് ടിപ്പർ പോലുള്ള അല്ലെങ്കിൽ കണ്ടെയ്നർ പോലുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥിരം പാതയാണ്. ആ വാഹനങ്ങൾ ഇതിലൂടെ മാത്രമേ കടത്തിവിടാൻ പറ്റുകയുള്ളൂ. ഇവിടെ നിന്ന് മറ്റു വഴിയിലേക്ക്, നഗര വഴിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നഗരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ലോറി ഇങ്ങനെ സൈഡിൽ കിടക്കുമ്പോഴും ഇതിലൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ വിടുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ തിരക്ക് വർദ്ധിക്കും. 4 മണി സ്കൂൾ ടൈമാണ്, അതുകൊണ്ട് ആ സമയം വർദ്ധിക്കും. അപ്പോൾ ഗതാഗത കുരുക്ക് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇത് എടുത്തു മാറ്റണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് രക്ഷാപ്രവർത്തനമെങ്കിലും ആരംഭിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ പറയുന്നത് ഈ ക്രെയിൻ വരട്ടെ എന്നുള്ള മറുപടിയാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത്. ക്രെയിൻ എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ ഇല്ല. അനുജ, അതാണ്. ലിഡിയ ജേക്കബ് കൂടിയുണ്ട്. ലിഡിയ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൽ നമുക്കൊരു ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്? എപ്പോൾ ക്രെയിൻ എത്തിക്കാൻ കഴിയുമെന്നാണ്? ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വിഷ്ണു പറയുന്നത് പോലെ കൂടുതൽ തിരക്കാകും. അങ്ങനെ വരുമ്പോൾ അത് ഗതാഗത കുരുക്കിലേക്കൊക്കെ വഴിവെക്കും. ധാരാളം സമയം ഇനിയും ഉണ്ട് ബാക്കി. അനുജ, തീർച്ചയായും ഇത് ഈ ഒരു അപകടം നടന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ ഒരു പാലത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വളരെ തിരക്കുള്ള ഒരു പാലം കൂടിയാണ്. പ്രത്യേകിച്ച് വലിയ ഭാരമുള്ള വാഹനങ്ങൾ, ലോറികളടക്കം വലിയ ടാങ്കറുകളടക്കം പോകുന്ന ഒരു പാലം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കുറച്ചു കഴിയുമ്പോഴേക്കും ഈ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത എന്നുള്ളതാണ്. ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ പോലീസുകാരും ട്രാഫിക് ഉദ്യോഗസ്ഥരും എത്തി ഈ ഗതാഗതം സുഗമമാക്കിയിരുന്നു. മറ്റൊരു ഭാഗത്തേക്ക്, 2 ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ട് ഈ ഗതാഗതം സുഗമമാക്കിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സ്കൂൾ വിടുന്ന സമയമാണ്, ജോലി കഴിഞ്ഞ ആളുകൾ പോകുന്ന സമയമാണ്, വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എത്രയും വേഗം ഈ ക്രെയിൻ ഉപയോഗിച്ച് ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ ലോറി അങ്ങനെ അവിടെ തങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ അത് ലോക്കായി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ അത് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ പോലും ആളുകൾക്ക് ഇത് കാണുമ്പോൾ വലിയ ഭയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഏകദേശം 3 മണിക്കൂറോളമായി ഈ ഒരു രീതിയിൽ ഈ ലോറി തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ക്രെയിൻ എത്തിയിട്ടില്ല. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രെയിൻ വരാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എത്തിയിട്ട് ഏകദേശം 2 മണിക്കൂർ. തേവരയിലാണ് ഒരു പാലത്തിന്റെ കൈവരിയിൽ കുരുങ്ങി ഒരു ലോറി കഴിഞ്ഞ 3 മണിക്കൂറിലേറെയായി കിടക്കുന്നത്. ഇതിൽ ആശ്വാസകരമായ ഒരേ ഒരു കാര്യം, ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ ഓടി വന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. അദ്ദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഒരു ടാങ്കർ ലോറി വന്നിടിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണമായെന്ന് പറയുന്നു. ഉടൻ തന്നെ ഈ ട്രെയിൻ ഉപയോഗിച്ച് ഈ ലോറിയെ ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.